സ്നേഹമെന്ന പുണ്യമുണ്ടാകുവാൻ നിന്റെ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. എന്താ കാര്യം? ഇതിങ്ങനെ എന്നിട്ട് നമ്മുടെ ഉടമ്പടിയുടെ ഉപവിപ്രവർത്തനങ്ങൾ, രോഗീ ശുശ്രൂഷകൾ, അതുപോലെ തന്നെ ഉടമ്പടിയുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, പ്രേക്ഷിത പത്രവിതരണങ്ങൾ, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ദൈവസ്നേഹം വർദ്ധിക്കാൻ വേണ്ടിയാണ് നിങ്ങളെ കാഴ്ചവെക്കേണ്ടത്. നിങ്ങൾ കാഴ്ചവെക്കേണ്ടത് എന്തിനാണ്? നിങ്ങളുടെ ഉടമ്പടി നിയോഗങ്ങൾക്കല്ലേ, ഇല്ലേ? ഉടമ്പടി നിയോഗങ്ങളെക്കാളും ദൈവസ്നേഹം വർദ്ധിക്കാൻ വേണ്ടി നിങ്ങൾ കാഴ്ചവെക്കണം. എല്ലാമല്ല, ഏതെങ്കിലും ഒരു ഘട്ടം ദൈവസ്നേഹം വർദ്ധിക്കാൻ വേണ്ടി കാഴ്ചവെക്കണം. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഈ ദൈവസ്നേഹം വർദ്ധിച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് സന്തോഷത്തിൻ്റെ അഭിഷേകം ഉണ്ടാകും. പറഞ്ഞാൽ മനസ്സിലായ? നമ്മുടെ ക്രിസ്ത്യാനിറ്റിയിലുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ ദാനങ്ങളെല്ലാം അഭിഷേക രൂപത്തിലാണ് നമുക്ക് ആദ്യം കിട്ടണത്. മനസ്സിലായില്ലേ? ഇപ്പോൾ നിങ്ങൾ ആശുപത്രിയിൽ നിൽക്കണം, അപ്പോൾ ഡോക്ടർ പറഞ്ഞ് നിങ്ങളുടെ ഹസ്ബൻഡിന് ഹാർട്ടിന് ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞ്, പക്ഷേ നിങ്ങൾക്ക് ദൈവസ്നേഹത്തിൻ്റെ അഭിഷേകം ഉണ്ടെങ്കിൽ യു ഡോണ്ട് ഫീൽ എനിത്തിങ്, നിങ്ങൾക്കൊന്നും തോന്നത്തില്ല. പറഞ്ഞ മനസ്സിലായില്ലേ? ഇപ്പം നമ്മൾ തോന്നണതിൻ്റെ കാരണം നമുക്ക് അഭിഷേകത്തിൻ്റെ ഒരു കുറവാണ്. അത് പരിഹരിക്കാനാണ് അച്ഛൻ ഈ ടോണിക്ക് തന്നിരിക്കുന്നത്. ഇപ്പോൾ മനസ്സിലായില്ലേ? എന്തെങ്കിലും കേട്ടത്, ഇപ്പോൾ നിങ്ങളുടെ കുഞ്ഞ്, നിങ്ങളുടെ മോള് ഒരു തെറ്റായ ഒരു ബന്ധത്തിലാണെന്ന് നിങ്ങൾ ഫോണിൽ ആക്കിയിട്ട് അപ്പോൾ തന്നെ നിങ്ങൾ ഷിവറാകും. നിങ്ങൾ ഷിവറാകേണ്ട കാര്യമില്ല. എന്താണ്? നിൻ്റെ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. പക്ഷേ അതിന് ആന്തരിക ബോധ്യമാണത്. അതിന് ദൈവസ്നേഹം ഈശോ എന്നാ പറഞ്ഞത്? ഞാൻ നിങ്ങൾക്ക് തരുന്ന സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് കർത്താവ് ഒന്നുകൂടെ പറയുമോ? അത് ബോധമുള്ള ക്രിസ്ത്യാനിക്ക് അറിയാം. എൻ്റെ കർത്താവ് ഒന്നുകൂടെ പറയത്തില്ല. 16:23 ഒന്നേറ്റ് പറഞ്ഞ്, യോഹന്നാൻ 16:23 ഒന്നേറ്റ് പറഞ്ഞ്, ഞാൻ നിങ്ങൾക്ക് തരുന്ന സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയത്തില്ല. അപ്പം ഈ സന്തോഷം ആരും എടുത്തു കളയുമെന്ന് ഈശോയ്ക്കറിയാം. പറഞ്ഞ മനസ്സിലായി? ഈശോ ഈ ഭൂമി വന്നപ്പോൾ മനുഷ്യൻ അനുഭവിക്കുന്ന വികാര വിക്ഷോഭങ്ങളെല്ലാം പരിശോധിച്ചതിന് ശേഷം ഈശോ ഒരു കുറിപ്പടി തന്നു. കാരണം ഈശോ അല്ലേ നമ്മളെ സൃഷ്ടിച്ചത്. അപ്പോൾ സൃഷ്ടിച്ച ആളിനറിയാം ഇങ്ങനെ വിഷയത്തിൽ ചില ഷോർട്ടേജ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനുടനെ പക്കാ മെഡിസിൻ തന്നിട്ട് പോയി. എന്താ പറഞ്ഞത്? നിങ്ങളുടെ ഇപ്പോഴത്തെ സന്തോഷം ആൾക്കാർ എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന അവസ്ഥയാണ്. ഇപ്പോൾ ഇന്നലെ ഒരു സാക്ഷിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനത് ഓർത്തിരിക്കണത്. അപ്പോൾ അവർക്ക് സ്ഥലമില്ല. എന്താ സ്ഥലമുണ്ട്, പക്ഷേ അത് ഇപ്പോഴത്തെ റീസർവേയിൽ അത് പുഴയുടെ അരികിലാണ്. അതുകൊണ്ട് അത് അതിന് പറ്റിച്ചിട്ട് കിട്ടത്തില്ല, കരമടക്കാൻ പറ്റത്തില്ല. പുഴയുടെ അരികിലാണ് അത്. 7 കൊല്ലമായിട്ട് അതിന് പറ്റിച്ചിട്ടില്ല. അതുകൊണ്ട് അവരുടെ വീട് ഉറഞ്ഞു പോയി, പുതിയ വീട് കിട്ടാൻ ഉള്ള മാർഗ്ഗമില്ല. അതാരെ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോഴുണ്ട്, അതിന് പറ്റിച്ചിട്ട് വേണമെന്ന് പറഞ്ഞപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവർ കരമടക്കാൻ അനുവദിക്കണില്ല. ഇങ്ങനെ ആപ്പടെ കുഴപ്പത്തിലായി. അപ്പോൾ അവരുടെ അമ്മ എന്ത് പറഞ്ഞു? അമ്മ ഉടമ്പടി എടുത്തിട്ട് പരിശുദ്ധ അമ്മയോട് പറഞ്ഞ്, എനിക്ക് 4ാം ക്ലാസ് വിദ്യാഭ്യാസമേ ഉള്ളൂ, എനിക്ക് ഇങ്ങനെ ഓഫീസിൽ നിന്നും പോയി സംസാരിച്ച് പരിചയമില്ല, അതുകൊണ്ട് എൻ്റെ കയ്യിലുള്ളത് നിൻ്റെ കാശുരൂപം മാത്രമാണ്. നീ എനിക്ക് മുമ്പേ പോയിട്ട്, ഞാൻ 7 കൊല്ലമായിട്ട് ഈ ഓഫീസിൽ കയറി ഇറങ്ങുന്നതാണ്. ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഉടമ്പടി ഞാൻ എടുത്തിട്ടുണ്ടോ എന്നുള്ള ഒരു പ്രത്യേകതയേ ഉള്ളൂ. അതാണ് അറിഞ്ഞ് പറയണം. അറിയാവുന്നതെല്ലാം അങ്ങ് പച്ചക്ക് പറയുക. നീ എനിക്ക് മുമ്പേ പോകണം. ദൈവത്തിന് പണ്ട് മുതലേ ഉള്ള ഒരു മിഷൻ വർക്കാണത്. ഞാൻ നിനക്ക് മുമ്പേ എൻ്റെ ദൂതനെ അയക്കും. അത് വാഗ്ദാനമാണ്. അത് ഏത് ഇൻ്റർവ്യൂവിനായാലും എവിടെയായാലും നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദാനമാണത്. ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. അതുകൊണ്ട് ആ ഉടമ്പടി ചെയ്ത് കഴിയുമ്പോൾ ഈ വാഗ്ദാനങ്ങളെല്ലാം പ്രാപിക്കാൻ നമുക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു ദൈവകൃപയും ഒരു യോഗ്യതയൊക്കെ കിട്ടും. അതിൻ്റെ ബോധം ആ ചേച്ചിക്കുണ്ട്. പക്ഷേ എന്നാ ചെയ്തിരിക്കണത്? 7 കൊല്ലത്തിന് ശേഷം ഇവർ 7 കൊല്ലം നടന്നിട്ട് കിട്ടാത്ത കാര്യം ഇവർ ചെന്ന് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ആകപ്പാട് ഇപ്പോൾ ഈ മരട് പ്രശ്നം വരെ നിലനിൽക്കുമ്പോഴും പെട്ടെന്ന് ചേഞ്ച് ചെയ്യുകയാണ് എല്ലാവരും. 1.5 ദിവസത്തിനുള്ളിൽ ഇവർക്ക് കരമടക്കാൻ അനുവാദം കൊടുത്തിട്ട് പറ്റിച്ചിട്ട് കൊടുക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവിടെ വീട് വെക്കും.
വീട് വെക്കാൻ പോയപ്പോൾ വീടിൻ്റെ പരവാസരിയായപ്പോൾ പിന്നെയും കേട്ട് പ്രളയം വരാൻ പോകണം. പ്രളയം കഴിഞ്ഞാൽ ഇത് വലിയ പ്രശ്നമാണ്. പിന്നെ കുറേ ദിവസം 4 മാസം കഴിയാതെ പിന്നെ അതിനകത്ത് കയറാൻ പറ്റത്തില്ല. വെച്ച വീടിൻ്റെ അടുത്ത് കേൾക്കാതെ പ്രളയം വരാൻ പോകണമെന്ന് കേട്ടപ്പോൾ ഇവർ വീണ്ടും പ്രാർത്ഥിച്ച്, അമ്മ തന്ന വീടല്ലേ, വെള്ളം തന്നെയാണ് കയറണ്ടേ എന്ന് ചോദിച്ചപ്പോൾ 7-ാം തീയതി കൊണ്ടുവന്ന് താക്കോല് കൊടുത്ത് 7-ാം തീയതി കയറി താമസിച്ച്. 8-ാം തീയതി പ്രളയമായി. ആ സാക്ഷ്യം നല്ല രസമാണ് കേൾക്കാൻ. 8-ാം തീയതി പ്രളയമായപ്പോൾ കെട്ടിച്ച വീട്ടിൽ നിന്ന് മകൾ വിളിച്ചു ചോദിച്ചു, അമ്മേ മാതാവിൻ്റെ വീടല്ലേ വെള്ളം കയറിയാന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞ്, ഈ പ്രദേശം മൊത്തം വെള്ളത്തിലാണ്, നമ്മുടെ വീട് മാത്രം ബാക്കി വെച്ചിട്ടുണ്ടെന്ന്. നമ്മളിതൊക്കെ കണ്ടുകൊണ്ട് അനുഭവിച്ച് ജീവിക്കണമല്ലേ ശരിക്കും. അറിഞ്ഞാരാധിക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം അതാണ്. അറിഞ്ഞാരാധിക്കുമ്പോൾ അനുഭവം ഉണ്ടാവും. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിൽ വിശ്വസിച്ച് അറിഞ്ഞാരാധിച്ച് അനുഭവം പ്രാപിക്കാൻ 100 മേനെ വിളവ് ലഭിക്കാൻ ഞങ്ങളുടെ ഹൃദയത്തെ ദൈവസ്നേഹത്താൽ നിറക്കണമേ. ആർക്കും എടുത്തുകൊണ്ട് പോകാൻ കഴിയാത്ത സന്തോഷത്താൽ അഭിഷേകം ചെയ്യണമേ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എന്നാ സംഭവിച്ചു കഴിഞ്ഞാൽ, ഇത്തിരി ഈ എടുത്ത് ആ തഹസിൽദാർ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസറുടെ അടുത്ത് പോകുമ്പോൾ അവരും ഇത് മടക്കും. മടക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇവരുടെ സന്തോഷം മാറാത്തത്? കർത്താവ് കൊടുത്ത സന്തോഷമാണ്. ഈ പ്രളയം വന്ന് എല്ലാ വീടും മുങ്ങിപ്പോകുമ്പോഴും ഇവരെന്തുകൊണ്ടാണ് പിടിച്ചു നിൽക്കുന്നത്? കർത്താവ് കൊടുത്ത സന്തോഷമാണ്. പ്രളയം വന്നാലും നിന്നെ നീ അഗ്നിയിലൂടെ നടക്കുമെന്നല്ലേ. തീയും വെള്ളത്തിൻ്റെയൊക്കെ മേൽ അധികാരമുള്ള കർത്താവാണ്. തീയിലെ അതായത് നീ അഗ്നിയിലൂടെ നടക്കും അല്ലേ. ഏശയ്യാ 43:2 എന്താണ്? നീ അഗ്നിയിലൂടെ നടക്കും. നടക്കത്തില്ലെന്ന് പറഞ്ഞോ? നടക്കും. പക്ഷെ അഗ്നി നിന്നെ വിഴുങ്ങത്തില്ല. ഇതുതന്നെയാണ് ഈ അഗ്നിയിലൂടെ നടക്കും. നിനപ്പോൾ ക്യാൻസർ ആണെന്ന് ഡോക്ടർ പറയും. പക്ഷെ ക്യാൻസറിൻ്റെ ആവിയും പുകയും നിന്നെ ഏൽപ്പിക്കാൻ കർത്താവ് സമ്മതിക്കത്തില്ല. ഒരു ക്യാൻസറിന് നിൻ്റെ ആന്തരികമായ സന്തോഷത്തെ, ഞാൻ തന്നിരിക്കുന്ന സന്തോഷത്തെ എടുത്തു കളയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ കർത്താവാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ അഗ്നിയിലൂടെ നടക്കും. ഞാൻ അഗ്നിയിലൂടെ നടന്നതാണ്. പക്ഷേ അഗ്നി നിന്നെ വിഴുങ്ങുവാൻ ഞാൻ അനുവദിക്കത്തില്ല. കൈയടിച്ച് കർത്താവ് ഹല്ലേലൂയ. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ഇന്നാത്മവാരിക്കൊണ്ട് നിറയ്ക്കണമേ. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ഇന്നാത്മവാരിക്കൊണ്ട് ദൈവത്തിൻ്റെ തേജസ്സിന്നിവിടെ പ്രകാശിക്ക വേണം വെളിച്ചമായി. ദൈവത്തിൻ്റെ തേജസ്സിന്നിവിടെ പ്രകാശിക്ക വേണം വെളിച്ചമായി. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ഇന്നാത്മവാരിക്കൊണ്ട് നിറയ്ക്കണമേ. ആത്മസന്തോഷം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അപ്പം എടുത്തു കളയാനാവാത്ത സന്തോഷം. എന്തെല്ലാം വിഷയങ്ങളുണ്ടായാലും, ഇപ്പം കടങ്ങളുണ്ടാകും. ഇപ്പം ചെറിയ പറഞ്ഞു, ഇന്നലെ ഞാൻ സഹോദരനെ കണ്ടപ്പോൾ എനിക്ക് 2 കോടി കടമുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴത്തന്നെ ഞാൻ ആ മനുഷ്യനെ പ്രാർത്ഥിച്ചു. എന്താ അങ്ങനെ പ്രാർത്ഥിക്കാൻ കാര്യം എന്നറിയാവോ? ഈ 2 കോടി കടം വീട്ടുകോളും ഈ മനുഷ്യൻ ടെൻഷൻ ഇല്ലാതെ ജീവിക്കണം. ഈ ടെൻഷൻ ഈ ഹൃദയത്തിലേക്ക് അഭിഷേകം സ്പർശിക്കാതിരിക്കാൻ വേണ്ടി എന്താ വേണ്ടത്? ആന്തരികമായ അഭിഷേകം വേണം. ഈ ആന്തരിക അഭിഷേകം കിട്ടാൻ എന്താ മാർഗം? ദൈവസ്നേഹം നിറയണം. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സ്നേഹം അസൂയപ്പെടുന്നില്ല. ഇപ്പം 1 കൊറിന്തോസ് 13:7 സ്നേഹം എല്ലാത്തിനെയും അതിജീവിക്കുന്നു അല്ലേ. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? സ്നേഹത്തിന് അതിനുള്ള അതിജീവനത്തിൻ്റെ കപ്പാസിറ്റി ഉണ്ട്. സർവൈവിങ് കപ്പാസിറ്റിയാണ്. പറഞ്ഞാൽ മനസ്സിലായില്ലേ? നിൻ്റെ ക്യാൻസറിനെ അത് അതിജീവിക്കാം, നിൻ്റെ തൈറോയിഡിനെ അതിജീവിക്കാം, നിൻ്റെ കടങ്ങളെ അതിജീവിക്കാം,
നിൻ്റെ പരീക്ഷ തോറ്റു പോകുമ്പോൾ മറ്റുള്ളവരുടെ ഉണ്ടാക്കുന്ന നാണക്കേടിനെ അതിജീവിക്കും. നിന്നോട് തന്നെയുള്ള നിനക്കുള്ള ആത്മവിശ്വാസം ഇല്ലായ്മയെ അതിജീവിക്കും. സ്നേഹം എല്ലാത്തിനും അതിജീവിക്കും. അതുകൊണ്ടാണ് സ്നേഹം നിറക്കാൻ വേണ്ടി നമ്മൾ കാരുണ്യപ്രവൃത്തി ചെയ്യണത്, സ്നേഹം നിറയാൻ വേണ്ടി നമ്മൾ പരീക്ഷ പ്രവർത്തനം ചെയ്യണത്, സ്നേഹം നിറയാൻ വേണ്ടി നമ്മൾ സുഹൃത്ത് ജപങ്ങൾ ചെയ്യണത്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ആന്തരിക അഭിഷേകത്തിനായി എല്ലാത്തിനും അതിജീവിക്കുന്ന ദൈവ സ്നേഹത്താൽ അഭിഷേകം ചെയ്യണമേ. എന്നെ കൈ പിടിച്ചു നടത്തുന്ന സ്നേഹം, എന്നെ കൈകളിൽ താങ്ങിടുന്ന സ്നേഹം, എന്റെ തോളിലേറ്റി താരാട്ടു പാടും നിന്നെ ചാഞ്ചക്ക് വാട്ടുന്ന സ്നേഹം, ആ സ്നേഹം, ആ സ്നേഹം, ആ ദിവ്യ സ്നേഹമാണു ദൈവം. പ്രൈസ് ദി ലോർഡ്. സ്തുതിയുടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, നമ്മുടെ ദുഃഖവും നമ്മുടെ സന്തോഷവും ആരുടെ ദുഃഖവും സന്തോഷമായിരിക്കണം? അമ്മയുടെ ദുഃഖവും സന്തോഷമായിരിക്കണം, ഇല്ലേ? അങ്ങനെയാണ് ഈശോ പറഞ്ഞത്. നിങ്ങൾക്ക് ദുഃഖം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. എന്തിനാ പറയണത്? സ്ത്രീക്ക് പ്രസവവേദന വരണ പോലെയാണ് നിങ്ങളുടെ ദുഃഖമെന്നാണ് പറഞ്ഞത്. അമ്മയെ സ്ത്രീയെന്ന് ഈശോ വിളിക്കണത് ആരെയാണ്? സാധാരണ അമ്മയെ. സ്ത്രീയെന്ന് ഈശോ വിളിക്കണത് ആരെയാണ്? സ്ത്രീയെ എനിക്ക് നിനക്ക് വെന്ത്, സ്ത്രീയെ ഇതാ നിൻ്റെ മകൻ എന്ന് പറയണത് ആരെയാണ് വിളിക്കണത്? അമ്മയാണ്. എനിക്ക് അങ്ങനെ കൂട്ടി വായിക്കാനാണ് ഇഷ്ടം. ദുഃഖമെന്ന് പറയുമ്പോൾ എൻ്റെ അമ്മയുടെ തരം ദുഃഖമാണ് നിങ്ങൾക്ക് നല്ലതാണെന്നാണ് പറഞ്ഞത്. നിങ്ങളുടെ ദുഃഖമൊക്കെ എൻ്റെ അമ്മയുടെ തരം ദുഃഖമാണ്. എന്താണ്? സ്ത്രീക്ക് പ്രസവവേദന വരണ പോലെയാണ് നിങ്ങളുടെ ദുഃഖം. എന്താ? അതാണ് യോഹന്നാൻ്റെ സുവിശേഷം 16:21. സ്ത്രീക്ക് പ്രസവവേദന വരണ പോലെയാണ് ദുഃഖം. എന്താണ്? അത് പ്രസവിച്ച് കഴിയുമ്പോൾ ലോകത്തിൽ ഒരു സന്തതി ജനിച്ചത് കൊണ്ട് അവൾ സന്തോഷിക്കുന്നു. ആ ദുഃഖം പിന്നീട് അവൾ ഓർക്കുന്നില്ല. ഞാൻ അമ്മമാരോടൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ പ്രസവം കഴിഞ്ഞപ്പോൾ സന്തോഷിച്ചത് ലോകത്തിൽ ഒരു കുഞ്ഞ് ജനിച്ചതുകൊണ്ടാണ്, അതാ നിങ്ങൾക്കൊരു കുഞ്ഞ് ജനിച്ചതുകൊണ്ടാണ്? അതാണ് പ്രശ്നം. അപ്പോൾ സാധാരണ ഗർഭിണി അല്ലെന്ന് മനസ്സിലായില്ലേ? ഇത് ലോകത്ത് കുഞ്ഞ് ജനിച്ചിരിക്കുന്ന ആർക്കാണ്? രക്ഷകൻ. കൈയിട്ടിച്ച് കർത്താണ്. ഹല്ലേലൂയ, യേശുസ്തോത്രം, ഹല്ലേലൂയ, 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 യേശുസ്തോത്രം, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് ഞാൻ എന്താണ് ഈ യോഹന്നാൻ 16:21 സ്ത്രീ അമ്മയാണെന്ന് ധ്യാനിക്കാൻ കാരണം എന്താണെന്നറിയാമോ? അത് വെളിപാട് 12:2 എന്താ പറയണത്? സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ, പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ, അവൾ ഗർഭിണിയായിരുന്നുവെന്ന്. ഇല്ലേ? അവൾ ഗർഭിണിയായിരുന്നു. അതാരെക്കുറിച്ച് പറയണത്? അമ്മയെക്കുറിച്ച് പറയണതാണ്. അതായത് നമ്മുടെ ദുഃഖങ്ങളെല്ലാം എപ്പോഴായാലും അതിൻ്റെ പൊട്ടൻസി എന്താണ്? സന്തോഷമാണ്. ഈശോ പറഞ്ഞില്ലേ, നമ്മുടെ ദുഃഖങ്ങളെല്ലാം അതിൻ്റെ സാധ്യത എന്താണ്? സന്തോഷമാണ്. നമ്മുടെ ദുഃഖങ്ങളിൽ കർത്താവ് കലരുമ്പോൾ
കർത്താവിൻ്റെ ശക്തി കലരുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് നിൻ്റെ എല്ലാ ദുഃഖങ്ങളും ദൈവപൈതലെ നിൻ്റെ കടങ്ങളോ രോഗങ്ങളോ ഇപ്പോൾ ഉണ്ടായ തെറ്റിദ്ധാരണകളോ മക്കളില്ലാത്ത അവസ്ഥയോ വീടില്ലാത്ത അവസ്ഥയോ എല്ലാം യേശു ക്രിസ്തുവിനെ ലോകത്തിന് കൊടുക്കാൻ വേണ്ടിയുള്ള ആ അരിഷ്ടതയാണ് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് ദാറ്റ് സോറോ ഇസ് ദ സോറോ ഓഫ് മദർ ഓഫ് ഗാഡ്. ദൈവമാതാവിൻ്റെ ദുഃഖമാണ്. ദൈവമാതാവ് ഈശോനെ ലോകത്തിലേക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ ദുഃഖം പിന്നീട് അവൾ ഓർത്തില്ല. എൻ്റെ ദൈവവേദന, നിനക്ക് രോഗമാണോ, നിനക്ക് ക്ഷീണമാണോ, നിനക്ക് അതുപോലെ കടമാണ്, നിൻ്റെ മത്സരത്തിൽ നീ പരാജയപ്പെട്ടു പോയ ഒരു പരീക്ഷ തോറ്റ വ്യക്തിയാണോ, അല്ലെങ്കിൽ ജപ്തി നടപടി നേരിടുന്ന വ്യക്തിയാണോ, കടമാണോ, ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളിലും നീ ഇപ്പോൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ഞാനിപ്പോൾ അനുഭവിക്കുന്ന ദുഃഖം പരിശുദ്ധ അമ്മയുടെ ദുഃഖമാണ്. യേശുവിനെ ലോകത്തിലേക്ക് കൊടുക്കാൻ വേണ്ടി ഗർഭകാലങ്ങളിലെ പ്രസവകാലങ്ങളിലെ അമ്മ അനുഭവിച്ച ദുഃഖത്തോട് ഞാൻ ചേർത്ത് വെക്കുന്നു. കർത്താവേ, ഈ കഷ്ടതയുടെ കാലത്ത് വിശ്വാസത്തോടെ സാക്ഷ്യം വഹിച്ച്, പ്രത്യാശയോടെ സാക്ഷ്യം വഹിച്ച്, ഈ രോഗത്തിൻ്റെ കാലത്ത് ദൈവസ്നേഹത്തോടെ സാക്ഷ്യം വഹിച്ച് യേശുവിനെ എനിക്ക് ലോകത്തിലേക്ക് കൊടുക്കുവാൻ അമ്മയെപ്പോലെ എൻ്റെ സുവിശേഷത്തിൻ്റെ രക്ഷയുടെ ഉപകരണമാക്കണമേ. ശ്രദ്ധിക്കട്ടെ. ദൈവം തന്നോരമ്മ, യേശുവിൻ്റെ അമ്മ, നന്മ നിറഞ്ഞോരമ്മ, ഭൂലോകത്തിൻ കൈകളടിച്ചുകൊണ്ട്. ദൈവം തന്നോരമ്മ, യേശുവിൻ്റെ അമ്മ, നന്മ നിറഞ്ഞോരമ്മ, ഭൂലോകത്തിൻ അമ്മേ ആശ്രയമേ, അമ്മേ ശാശ്വതമേ, അമ്മേ ആശ്രയമേ, അമ്മേ ശാശ്വതമേ, മക്കളാം ഞങ്ങൾക്കെന്നും ആനന്ദമേ, മക്കളാം ഞങ്ങൾക്കെന്നും ആനന്ദമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അമ്മയുടെ മധ്യസ്ഥ ഈശോനാമത്തെ രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. ഉദരരോഗമുള്ളവർ ഉദരത്തിൽ കൈവെക്കുക. നെഞ്ചുവേദനയുള്ളവർ, ശ്വാസകോശ രോഗങ്ങളുള്ളവർ, കരൾ രോഗികൾ നെഞ്ചിൽ കൈവെക്കുക. ഹൃദയരോഗികൾ നെഞ്ചിൽ കൈവെക്കുക. കൈവെക്കുമ്പോഴൊക്കെ പറയണം, ഇന്നൊരു ചേച്ചി സാക്ഷ്യം പറഞ്ഞിരുന്നു, അമ്മ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഈശോൻ്റെ നാമത്തിലാണ് നീ കൈവെക്കണത്. നീ ഇവിടെ ഉടമ്പടി ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് നീ കൈവെക്കുന്നത്. ഉടമ്പടിയുടെ ഒരു മാനറിസമാണ് കൈവെപ്പ്. എബ്രാഹാം ഇസഹാക്കിനെ പ്രിയവധുവിനെ അന്വേഷിച്ചപ്പോൾ ഭൃത്യനോട് കൈവെക്കാനാണ് പറഞ്ഞത് തുടയിൽ, അല്ലേ? അപ്പം നമ്മൾ ചെയ്ത ഉടമ്പടി അനുസ്മരിച്ചു കൊണ്ടാണ് നമ്മൾ രോഗാതുരമായ സ്ഥലങ്ങളിൽ ഉടമ്പടി പ്രകാരം കൈവെക്കണത്. ഉടമ്പടി ചെയ്യാൻ പോകുന്ന വിഷയത്തിൻ്റെ മേൽ ഓർത്തുകൊണ്ട് കൈവെക്കാവുന്നതാണ്. നടുവേദനക്കാർ, കിഡ്നി വേദനക്കാർ ബാക്കിൽ കൈവെക്കുക. ഉദരരോഗികളെന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള രോഗങ്ങളുണ്ട്. മൂത്രം വിട്ടു പോണവർ, മൂത്രത്തിൽ രക്തം വരുന്നത്, ബ്ലീഡിങ് തന്നെ വന്നിട്ട് പോകാതെ ഇരിക്കണവർ, അതുപോലെ തന്നെ അതുപോലെ തന്നെ വെള്ളപ്പൊക്കിൻ്റെ അസുഖമുള്ളവർ, ഇങ്ങനെ എല്ലാ ലീക്കേജ് അസുഖങ്ങളും നമ്മൾ അടിവയറ്റിലാണ് കൈവെക്കേണ്ടത്. തൈറോയ്ഡ് രോഗികൾ, ടോൺസിലൈറ്റ് രോഗികൾ, അലർജി രോഗികൾ, ടോൺസിലൈറ്റ് രോഗികൾ, എല്ലാ സ്പോണ്ടിലോസിസിന് അസുഖമുള്ളവരെല്ലാം തൊണ്ടയിൽ കൈവെക്കുക. തലവേദനക്കാർ ശിരസ്സിൽ കൈവെക്കുക. ശിരസ്സിനോട് ബന്ധപ്പെട്ട ENT രോഗങ്ങളെല്ലാം നെറ്റിയിൽ കൈവെക്കുക. ചെവി, നാക്ക്, മൂക്ക് രോഗങ്ങളെല്ലാം ശിരസ്സിൻ്റെ വേദന ഉൾപ്പെടെയുള്ളവരെ നെറ്റിയിൽ കൈവെക്കുക. കർത്താവ് എന്നിട്ട് പറഞ്ഞ് രോഗങ്ങളുള്ള ഓരോ രോഗികളും അസ്ഥി ഒടിഞ്ഞവരും അസ്ഥി നുറങ്ങിയവരും കൊണ്ട്
മെസ്സേജിൽ അവരുടെ സൗഖ്യം ഈശോ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് അസ്ഥി ഒടിഞ്ഞവരൊക്കെ, ആ വേദനയുള്ള സ്ഥലത്ത് മുഴയുള്ളവർ, സിസ്റ്റുള്ളവരൊക്കെ എവിടെയാണ് അതൊക്കെ ഉള്ളത് അവിടെ കൈവെക്കുക. മുഴയുള്ളവർ, സിസ്റ്റുള്ളവരെ ഒക്കെ കൈവെക്കുക. വലിവ് രോഗികളെല്ലാം നെഞ്ചിലാണ് കൈവെക്കേണ്ടത്. എന്നിട്ട് പറയുക, നന്നായിട്ട് പറയുക, കർത്താവായ ദൈവമേ, നിൻ്റെയും എൻ്റെയും അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മാധ്യസ്ഥതയിലെ ഈശോയുടെ നാമത്തിൽ എൻ്റെ രോഗാതുരമായ സ്ഥലത്ത് ഞാൻ കൈവെക്കുന്ന കർത്താവ് ഈ നിമിഷം ഈ ആരാധനയിലെ ഈശോ നാമത്തിലെ ഞാൻ സൗഖ്യമാകട്ടെ. സ്തുതിയുടെ ഹല്ലേലൂയ. Command you in the name of Jesus Christ to be healed. Command you in the name of Jesus Christ to be healed. I command you in the name of Jesus Christ to be healed. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായവൻ നൽകിടും. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായവൻ നൽകിടും. അലർജി രോഗികൾ, കൃപാസനത്തിൽ ഒത്തിരിയേറെ അലർജി രോഗങ്ങൾ കർത്താവ് സുഖപ്പെടുന്നുണ്ട്. വിസർപ്പ രോഗികൾ, ക്യാൻസർ രോഗികൾ, സർവാംഗം പെയിനുള്ളവർ, അതായത് നഖം മുതൽ ശിഖ വരെ സർവാംഗം വേദന അനുഭവിക്കുന്നവരെ സ്വസ്തിക്കടയാളത്തിൽ ഇങ്ങനെ പൂട്ടി കൈവെക്കണം. അതിൻ്റെ ത്വക്ക് രോഗങ്ങൾ ഉൾപ്പെടും, എല്ലാവിധ രോഗങ്ങളും ഉൾപ്പെടും. അച്ഛനോട് ചേർന്ന് പറയുക, കർത്താവായ ദൈവമേ, എൻ്റെ ആസകല രോഗങ്ങൾ യേശുനാമത്തിൽ ഈ നിമിഷം സൗഖ്യപ്പെടുന്നതിനായി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലെ ദിവ്യകൃപാനയിലെ എഴുന്നള്ളിയിരിക്കുന്ന ഈശോ നാമത്തിൽ ഈ നിമിഷം ഞാൻ സൗഖ്യം പ്രാപിക്കട്ടെ. സ്തുതിയുടെ ഹല്ലേലൂയ. മടുപ്പുകൂടാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. മടുപ്പുകൂടാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന, ഭരിക്കും രോഗിക്കു സൗഖ്യമാണ്. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന, ഭരിക്കും രോഗിക്കു സൗഖ്യമാണ്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. മക്കളില്ലാത്തവരെ, വിവാഹം താമസിക്കുന്നവരെ, ജോലി താമസിക്കുന്നവരെ, ഇപ്പം മക്കളില്ലാത്തവരെന്നൊക്കെ പറയുമ്പോൾ എൻ്റെ മക്കൾ, അതുപോലെ തന്നെ IELTS, അതൊക്കെ ഇവിടെ അൾത്താറയിൽ നിന്ന് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ പ്രൈസ്തലോടെന്നാണ് പറയേണ്ടത്. എന്താ കാര്യം എന്നറിയാമോ? ഇത് അതിനു വേണ്ടിയുള്ള ഒരു ധ്യാനകേന്ദ്രം ദൈവം നിശ്ചയിച്ചിരിക്കുന്നതാ. നിൻ്റെ കണ്ണുനീര് തുടക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു ധ്യാനകേന്ദ്രം ദൈവം നിശ്ചയിച്ചിരിക്കുന്നതാണ്. അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞാൽ സമയമായില്ലെങ്കിലും ചെയ്തു തരാൻ പറ്റിയ അമ്മ സന്നിധാനത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് മക്കളില്ലെന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞേക്ക് ബീജത്തിന് ഓട്ടമില്ല, കൗണ്ടില്ല, ഇതൊന്നും ഇവിടെ റെഫറൻസ് അല്ല. ഈ മതക്കെട്ടിൻ്റെ അകത്ത് ഇതിനൊന്നും പ്രസക്തിയില്ല. ഉള്ള പ്രസക്തി എന്താണ്? നിൻ്റെ ദൈവം നിൻ്റെ ആവശ്യങ്ങളെക്കാൾ വലിയവനാണ്. അവൻ കടലിന് മീതെ നടന്നവനും വെള്ളത്തെ വീഞ്ഞാക്കിയതും മരിച്ചവനും ഉയർപ്പിച്ചവനുമാണ്. എൻ്റെ അമ്മ പറഞ്ഞാൽ അവൻ നിനക്ക് വേണ്ടി, എനിക്ക് വേണ്ടി അത് ചെയ്യും, എൻ്റെ ഈശോ ചെയ്യും. അതുകൊണ്ട് നിങ്ങളുടെ മുൻവിധികളെല്ലാം കളഞ്ഞേക്കണം. ഇപ്പം ഇന്നലെ ഒരു സാക്ഷ്യം ഉണ്ടായി, 28 പ്രാവശ്യം IELTS എഴുതി തോറ്റു. ഇന്നലത്തെ സാക്ഷ്യമാണ്. 28 പ്രാവശ്യം. ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. നേരത്തേക്ക് ഒരു 18 പ്രാവശ്യം വരെ വന്നിട്ടുണ്ട് IELTS. 28 പ്രാവശ്യം ആദ്യം വരികയാണ്. കഴിഞ്ഞ ആഴ്ചത്തെ സാക്ഷ്യമാണ് 20 കൊല്ലം മക്കളില്ല,
ഉടമ്പടി പുതുക്കിയപ്പോൾ ആ രാത്രി ദൈവം 2 കുഞ്ഞുങ്ങളെ കൊടുത്ത്. ഇതാണ് ഇവിടെ അമ്മ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് എങ്ങനെയെങ്കിലും നിങ്ങൾ വിശുദ്ധിയുള്ളവരാകാൻ നോക്കണം. ദൈവത്തിനെ ഇങ്ങനെ മുറുകെ പിടിക്കണം. ഇതിനൊരു തീരുമാനം എടുക്കണം. കർത്താവ്, നിന്നെ ഞാൻ ഹോൾഡ് ഫാസ്റ്റ് ചെയ്തിരിക്കുകയാണ്, മാറ്റർ ഓഫ് ടേൺ, നിന്നെ ഞാൻ മുറുകെ പിടിച്ചിരിക്കുകയാണ്, പിരിഞ്ഞു പോണ പ്രശ്നമില്ല, നീയാണ് എൻ്റെ ദൈവം. ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ. Lord Jesus Christ, pour out His Spirit, touch your fire finger, sack with the precious bed. മക്കളില്ലാത്തവർക്ക് കർത്താവേ മക്കളെ കൊടുക്കണമേ. പരീക്ഷ തോറ്റവർക്ക് പരീക്ഷ വിജയം കൊടുക്കണമേ. രോഗികൾക്ക് സൗഖ്യം കൊടുക്കണമേ. വിവാഹ തടസ്സമുള്ളവരെ വിവാഹ തടസ്സം മാറ്റി കൊടുക്കണമേ. കർത്താവേ, എന്തെല്ലാം വിഷയങ്ങൾക്ക് വീടില്ല, സ്ഥലമില്ല, വഴിയില്ല, വെള്ളമില്ല, സമാധാനമില്ല, എന്റെ മദ്യപാന ആസക്തികൾ, എന്തെല്ലാം തരങ്ങളിലെ മനുഷ്യരെ വേദനിക്കുന്നുവോ ആ വേദനകളെല്ലാം യേശു ക്രിസ്തു സന്തോഷമായി മാറ്റട്ടെ. ഹല്ലേലൂയ. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. എനിക്കായി കരുതുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ചെറുതല്ലേ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെ. എനിക്കായി കരുതുന്നവൻ, ഒരുമിച്ച് പാടുക. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, ശ്രദ്ധ പാടുക. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. അത് കർത്താവിൻ്റെ വചനമാണ് അല്ലേ? എന്നെ കൈവിടാത്തവൻ, ഒരു കാരണവശാലും ഞാൻ നിന്നെ അവഗണിക്കുകയില്ല. ശ്രദ്ധിക്കട്ടെ, ഹെബ്രായർ 13:5, ഹെബ്രായർ 13:5, ഒരു കാരണവശാലും ഞാൻ നിന്നെ അവഗണിക്കുകയില്ല. എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. ഒരു കാരണവശാലും എന്താ പറഞ്ഞിരിക്കണത്? ഹെബ്രായർ 13:5 അറ്റ് എനി കോസ്റ്റ്. എന്തെല്ലാം കാരണങ്ങൾ നിന്നെ കൈവിടാൻ സർക്കാരിനുണ്ടോ, സമുദായത്തിനുണ്ടോ, ഈ ലോകത്തിനുണ്ടോ, ബട്ട് ജീസസ് സെഡ്, ഒരു കാരണവശാലും അറ്റ് എനി കോസ്റ്റ് ഐ വിൽ നോട്ട് ഡിസോൺ യു, ഞാൻ നിന്നെ കൈവിടത്തില്ല. കൈയിട്ടിച്ച് കർത്താവ് ഹല്ലേലൂയ. എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. എനിക്കായി കരുതുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, ശ്രദ്ധ പാടുക, ശ്രദ്ധ പാടുക. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ ഈശോ വിളിക്കട്ടെ, ഈശോ വിളിക്കട്ടെ, ഈശോ കൈവിടാത്തവൻ, യേശുവൻ കൂടെ. എന്നെ കൈവിടാത്തവൻ, എന്നെ കൈവിടാത്തവൻ, ഈശോ യേശുവൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, എന്നെ കൈവിടാത്തവൻ, ഈശോ യേശുവൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, എന്നെ
കൈവിടാത്തവൻ യേശുവിൻ കൂടെയുണ്ട്. ഒരുമിച്ച് പാടുക, ശരത്ത് പാടുക. എന്നെ കൈവിടാത്തവൻ യേശുവിൻ കൂടെ